എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 1202 ആണ്ട് വളരെ നിർണായകമായ ഒന്നാണ്. ആദ്യം ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങളൊന്ന് പരിശോധിക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കടക രാശിയിലും ഉച്ചക്ഷേത്രത്തിലാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നു. അതിനുശേഷം വീണ്ടും ജൂൺ 25 വരെ വക്രഗതിയിൽ കർക്കടകത്തിലേക്കും, വീണ്ടും അതിനുശേഷം ജൂൺ 25 ശേഷം തുടർന്ന് ചിങ്ങത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. 2026 ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും, കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്കും രാശി മാറുന്നുമുണ്ട്. ഈ ഗ്രഹസ്ഥിതികൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി തൃക്കേട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 9ാം ഭാവമായ കർക്കടകത്തിൽ നിൽക്കുന്ന സമയം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് 2026 ഒക്ടോബർ 31 വരെയും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും അതുപോലെ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിലെ സഞ്ചാരവും നിങ്ങൾക്ക് തൊഴിലിൽ വലിയ പുരോഗതിയൊക്കെ നൽകുന്നതാണ്. നീണ്ട നാളായിട്ടൊക്കെ ജോലിയിൽ പ്രമോഷന് വേണ്ടി കാത്തിരുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ശമ്പള വർധനവ് എന്നിവയൊക്കെ ഈ കാലയളവിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് വ്യാഴം 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. അതുപോലെ ശനി 5ാം ഭാവമായ മീനത്തിൽ നിൽക്കുന്നതിനാൽ ചില സമയങ്ങളിൽ ജോലിയിൽ കടുത്ത ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവപ്പെടാം. എങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതിനാൽ നിങ്ങൾ അതിനെയെല്ലാം തരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. 2027 ജൂണിന് ശേഷം ശനി 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ശത്രുക്കളുടെയൊക്കെ ദോഷങ്ങൾ ഇല്ലാതാകുകയും ജോലിയിലൊക്കെ പൂർണ്ണ ആധിപത്യമൊക്കെ നേടാൻ സാധിക്കുകയും ഈ സമയത്ത് പൂർണ്ണ ആധിപത്യമൊക്കെ നേടാൻ സാധിക്കുകയും ചെയ്യും. ഇനി 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. ഈ സമയത്ത് നിലവിലുള്ള ജോലിയൊക്കെ ഉപേക്ഷിക്കാൻ ഒക്കെ തോന്നലുണ്ടാകാം. അതൊക്കെ വളരെയധികം ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ മേലധികാരികളുമായിട്ടൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്തത് ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥിതി ബിസിനസ്സിൽ മികച്ച ലാഭവിഹിതമൊക്കെ ഉറപ്പു നൽകുന്നുണ്ട്. മുൻപ് തിരിച്ചടികളൊക്കെ ഉണ്ടായ മേഖലയിൽ നിന്ന് പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. 2026 ഡിസംബർ 5 രാഹു 3ാം ഭാവമായ മകരത്തിലേക്കൊക്കെ മാറുന്നത് ബിസിനസ്സിൽ ധൈര്യപൂർവമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കാനും പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആരംഭിക്കാനും ഇത് നല്ല സമയമാണ്. ഈ രാഹുവിൻ്റെ മാറ്റത്തിന് ശേഷം പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാനോ വ്യവസായം വിപുലീകരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ 31 വരെയുള്ള സമയവും 2027 ജനുവരിക്ക് ശേഷമുള്ള സമയവും വളരെയധികം അനുകൂലമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കേതു 9ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. ആ കേതു 9ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ നിയമപരമായ കാര്യങ്ങളിലും ടാക്സ് സംബന്ധമായ രേഖകളിലുമൊക്കെ കൃത്യത പുലർത്തണം. അതുപോലെ അറിയാത്ത ആളുകളുമായി ചേർന്ന് വൻതുകയൊക്കെ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി പൊതുവെ മികച്ച അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം മൂലം ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണവും ആദായവും ഒക്കെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ മുൻപെടുത്ത വായ്പകളും കടങ്ങളുമൊക്കെ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഒക്കെ വീട്ടിൽ തീർക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ്. പാരമ്പര്യ സ്വത്തൊക്കെ ലഭിക്കാനോ വസ്തു, വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനോ ഒക്കെയുള്ള യോഗം തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായും
അതുപോലെ തീർത്ഥാടനങ്ങൾക്കായും ഒക്കെ പണം ചെലവഴിക്കേണ്ടി വരും. എങ്കിലും 2026 ഡിസംബറിന് ശേഷം അനാവശ്യ ചിലവുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ബഡ്ജറ്റൊക്കെ കൃത്യമായി പാലിക്കേണ്ടതും ആണ്. ഇനി കുടുംബജീവിതത്തിലെ അനുഭവങ്ങൾ പരിശോധിക്കാം. അവിവാഹിതരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ ഒത്തുവരുന്നതാണ്. വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതാണ്. അതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിനൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണിത്. കുട്ടികളുടെ പഠനകാര്യങ്ങളിലും കരിയറിലും ഒക്കെ മികച്ച നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഐക്യമൊക്കെ ഉണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 2026 ഡിസംബറിന് ശേഷം രാഹുകേതുക്കളുടെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ബന്ധുക്കളുമായിട്ട് ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാൽ സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. ഇനി തൃക്കേട്ട നക്ഷത്രത്തിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഈ വർഷം മികച്ച വിജയമൊക്കെ സമ്മാനിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിലും കോളേജുകളിലും ഒക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറി അനുമതിയൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് അനുകൂലമായ ഫലമൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യം നോക്കാം. ആരോഗ്യകാര്യത്തിൽ പൊതുവെ പേടിക്കാൻ ഉള്ളതൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വയറ് സംബന്ധമായ അസുഖങ്ങളോ ദഹന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഭക്ഷണകാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കുക. അതുപോലെ നടുവേദന, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരാനും സാധ്യതയുണ്ട്. 2027 ജൂണിന് ശേഷം ശനി മേടൻ രാശിയിലേക്ക് രാശി മാറുന്നു. അതോടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും. പതിവായി എക്സർസൈസൊക്കെ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഇനി ദോഷഫലങ്ങൾ കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ വഴിപാടുകളും പരിഹാരമാർഗ്ഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. തൃക്കേട്ടയുടെ നക്ഷത്രാധിപൻ ബുധനാണ്. അതിനാൽ ബുധനാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ ശനിയാഴ്ചകളിലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി കത്തിക്കുന്നത് ഒക്കെ ഗുണം ചെയ്യും. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നതും ശനിദോഷങ്ങളെ കുറയ്ക്കും. അതുപോലെ രാഹു കേതുക്കളുടെ പരിഹാരത്തിനായിട്ട് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ഗണപതി ഭഗവാനെ കർഗമാല സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ 1202-ാം ആണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യവും പുരോഗതിയും ഒക്കെ നൽകുന്ന ഒരു വർഷമായിരിക്കും. ചെറിയ തടസ്സങ്ങളെയൊക്കെ ദൈവവിശ്വാസം കൊണ്ടും കൃത്യമായ ആസൂത്രണം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.